തിരഞ്ഞെടുപ്പ് ചൂടിൻ്റെ തിരക്കേറിയ ദിനങ്ങളിലൂടെയാണ് നാം ഇത്രയും നാൾ കടന്നുപോയത്. വർണ്ണാഭമായ ചുവരെഴുത്തിൻ്റെയും കൺകെട്ട് വിദ്യകളിലൂടെ വിശ്വാസം കവർന്നെടുത്ത അധികാരികളുടെ ഉത്തരവാദിത്വവും കടമകളും എന്തെല്ലാമാണെന്ന് നമുക്കിന്നും അറിയില്ല. ആ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. അങ്ങനെ വോട്ടൊക്കെ കഴിഞ്ഞു. എങ്ങനെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വോട്ട് ചെയ്യാനും ആർക്കൊക്കെ വോട്ട് ചെയ്യാനും എന്നതിലൊക്കെ തീരുമാനമായി. പക്ഷെ ഇവർക്ക് അവരുടേതായിട്ടുള്ള തസ്തികയിലേക്ക് വന്ന പൊതുജനം എന്ന രീതിക്ക് നമുക്കെന്താ ഇവരെ കൊണ്ട് പ്രയോജനം? അമ്മയോട് ചോദിക്കും. അമ്മേ അമ്മേ അതെ, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞില്ലേ? അപ്പോ ഇതിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തൊക്കെ അറിയാം? അതില്ലേ മോളെ, ഈ പഞ്ചായത്ത് രാജ് ത്രിതല പഞ്ചായത്ത്, അതിന്റെ കീഴിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. നിനക്ക് അറിയണമെങ്കിൽ ആ അപ്പത്താ രേഷ്മി ചേച്ചിനോട് പോയി ചോദിക്കും. അതേതായാലും നല്ല ഐഡിയ ആണ്. ചേച്ചിക്ക് അറിയാനായിട്ട് ഒന്നുമില്ല. ചേച്ചിയോട് ചോദിച്ചോക്കെ അല്ലേ? അമ്മേ വരാട്ടോ. ചേച്ചി ഗുഡ് മോർണിംഗ്. അതെ, എനിക്കിന്ന് രാവിലെ നിശ്ചിതൊരു ഡൗട്ട്. രാവിലെ തന്നെ ഡൗട്ട് ആണല്ലോ. അതെ, പത്രമൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോ വോട്ടൊക്കെ ചെയ്യാൻ പോയില്ലേ? ഇനി ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള തസ്തികകൾക്ക് വരുമ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? പിന്നെ ഈ ത്രിതല പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, അതിനൊക്കെ കുറെ ഉണ്ടല്ലോ, പഞ്ചായത്ത് രാജൊക്കെ. അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും അറിയെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഈ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനത്തിലെ 3 ഭാഗങ്ങളാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ജനങ്ങൾക്ക് തങ്ങളുടെ സർക്കാരിൽ പങ്കുചേരാനുള്ള ഒരു പ്രക്രിയയാണ് പഞ്ചായത്ത് രാജ് വ്യവസ്ഥിതി. ഒരു ജനാധിപത്യ സർക്കാരിന്റെ ആദ്യ തലമാണ് പഞ്ചായത്ത് രാജ്. ഗ്രാമസഭയിലെ ജനങ്ങളോട് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ഉത്തരവാദികളാണ്. എന്തെന്നാൽ അവരെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ഇങ്ങനെ പഞ്ചായത്ത് രാജ് വഴിയുള്ള ജനപങ്കാളിത്തം എന്ന ആശയം 2 തലങ്ങളിലേക്ക് കൂടി നീളുന്നുണ്ട്. ബ്ലോക്ക് തലം അഥവാ ജനപദ് പഞ്ചായത്ത് എന്നും പഞ്ചായത്ത് സമിതി എന്നും ഇതിനെ പറയുന്നു. പഞ്ചായത്ത് സമിതിക്ക് കീഴിൽ ഒത്തിരി ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഗ്രാമപഞ്ചായത്ത് 1, ഗ്രാമപഞ്ചായത്ത് 2, ഗ്രാമപഞ്ചായത്ത് 3, അങ്ങനെയൊക്കെ. ഈ പഞ്ചായത്ത് സമിതിക്ക് മുകളിലാണ് ജില്ലാ പഞ്ചായത്ത് അഥവാ ജില്ലാ പരിഷത്ത്. ജില്ലാതല വികസനങ്ങൾ ഉണ്ടാക്കുന്നത് ജില്ലാ പരിഷത്താണ്. ജില്ലാ സമിതിയുടെ സഹായത്തോടുകൂടി ജില്ലാ പരിഷത്ത് ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും പണവിതരണം നിയന്ത്രിക്കുന്നുണ്ട്. ഇതിന്റെ ആശയം എന്തെന്നാൽ കൂടുതൽ ആളുകൾക്ക് ഭരണത്തിലേക്ക് പങ്കാളികളാകാനുള്ള ഒരു അവസരം നൽകുക എന്നതാണ്. ഇനിയിപ്പോ നമുക്ക് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ദിവ്യയോടൊന്ന് ചോദിച്ചു നോക്കട്ടോ. എന്നാ പിന്നെ ദിവ്യചൂടനെ ചോദിക്കാം. അപ്പൊ ശരി, എന്നാ കാണാം. ഞാൻ ചോദിക്കാവേ. ചേച്ചിനെ വിളിക്കാം. ഹലോ ഹലോ ദിവ്യ ചേച്ചി, ഞാൻ അശ്വതി. പറയടി. ചെറിയൊരു സംശയിക്കാൻ വേണ്ടി വിളിച്ചാ. സംശയത്തിന് ചില ഭാഗങ്ങളൊക്കെ രേഷ്മി ചേച്ചി പറഞ്ഞു തന്നു. എന്നാലും ഈ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ചേച്ചിക്ക് അറിയണ്ടാവില്ലേ? എന്നാ അതിന്റെ കുറച്ച് ഇൻഫർമേഷൻസ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതെയോ? ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഗ്രാമപഞ്ചായത്ത്. 1994 ത്രിതല പഞ്ചായത്ത് രൂപവൽക്കരിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1995 ഒക്ടോബർ 2-നാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ നിലവിൽ വരുന്നത്. ഒരു പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പിന്നെ പഞ്ചായത്ത് അംഗങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്.
പിന്നെ ഇവരെ കൂടാതെ ഉദ്യോഗസ്ഥന്മാരായ പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ കൈമാറി കിട്ടിയ ചുമതലകൾ വഹിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരിക്കും. ഇതിനെല്ലാം ഉപരിയായിട്ട് ഗ്രാമഭരണത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ഗ്രാമസഭകളും ഉണ്ടായിരിക്കും. അതായത് ഒരു പഞ്ചായത്തിലെ ജനസംഖ്യ അനുസരിച്ച് പഞ്ചായത്തിന് വാർഡുകളായിട്ട് തിരിക്കുന്നുണ്ട്. ഈ ഓരോ വാർഡിലേക്കും നമ്മൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധിയെ വാർഡ് മെമ്പറായിട്ട് നിയമിക്കുന്നു. ഇനി വരുന്നത് ഗ്രാമസഭയാണ്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു വാർഡിലെ വോട്ടർമാരുടെ സഭയാണ് ഗ്രാമസഭ. ഇത് വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പർമാരായിരിക്കും. അപ്പോൾ ഒരു വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ കൂടിയിരിക്കണം. അപ്പോൾ ഈ ഗ്രാമസഭയിലാണ് ഓരോ വാർഡിലെയും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും പിന്നെ അതിനെ ആ വാർഡ് മെമ്പർ പഞ്ചായത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഇത്രയാണ് ഗ്രാമപഞ്ചായത്ത്. മനസ്സിലായോ? ഓ, അപ്പൊ ഇതൊക്കെയാണല്ലേ. എന്നാലും ഇവരുടെ സേവനങ്ങളും ചുമതലകളൊക്കെ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തിന് ധാരാളം ചുമതലകളും സേവനങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കുക, പൊതുസ്ഥലങ്ങൾ കൈയേറ്റം ചെയ്യപ്പെടാതെ സംരക്ഷിക്കുക, പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക, അതുപോലെ സാംക്രമിക രോഗവാഹികളെ തടയുക, അതുപോലെ രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക, പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുക, അതായത് റോഡുകളും മറ്റു പൊതുമുതലുകളും സംരക്ഷിക്കുക, ഭക്ഷണശാലകളെ നിയന്ത്രിക്കുക, ഭക്ഷണത്തിൽ മായം കലർത്തുന്നതൊക്കെ തടയുക, പൊതുമാർക്കറ്റുകൾ സംരക്ഷിക്കുക, പിന്നെ പരിസ്ഥിതി സംരക്ഷിക്കുക, ജനങ്ങളെ പരിസ്ഥിതിയെക്കുറിച്ച് നല്ലതുപോലെ ബോധവൽക്കരിക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുക, പിന്നെ മേളകളുടെയും ഉത്സവങ്ങളുടെയൊക്കെ നടത്തിപ്പ് ക്രമീകരിക്കുക, പൊതുസ്ഥലങ്ങളിൽ മൂത്രപ്പുരകളും കക്കൂസും പൊളിസ്ഥലങ്ങളൊക്കെ സ്ഥാപിക്കുക, ജനനം മരണം തുടങ്ങിയവയൊക്കെ രജിസ്റ്റർ ചെയ്യുക, തെരുവ് വിളക്കുകൾ കത്തിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുക. ഇങ്ങനെ ധാരാളം ചുമതലകൾ ഗ്രാമപഞ്ചായത്തിനുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് ധാരാളം സേവനങ്ങളും കിട്ടുന്നുണ്ട്. അത് നോക്കുമ്പോൾ ജനനം മരണം തുടങ്ങിയവയൊക്കെ രജിസ്റ്റർ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നുണ്ട്. ധാരാളം പെൻഷനുകൾ, അതായത് വാർദ്ധക്യ പെൻഷൻ, കാർഷിക തൊഴിലാളി പെൻഷൻ, തൊഴിൽരഹിത വേതനം, പിന്നെ വിധവാ പെൻഷൻ, ഇങ്ങനെ ധാരാളം പെൻഷനുകൾ ഇത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹ സഹായനിധികൾ നൽകുന്നുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളും ഒക്കെ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സേവനങ്ങളും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് എനിക്കും അറിയാവുന്നത്. ഓ, അപ്പോ ഈ ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ഇതുപോലൊക്കെ തന്നെയാണോ, അതോ വ്യത്യാസമുണ്ടോ ഇതുമായിട്ടും? ഇനി നിനക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഞാൻ നിനക്കൊരു യൂട്യൂബ് ലിങ്ക് അയച്ചു തരാം. അത് സാറില്ല ചേച്ചി, കുഴപ്പമില്ല. ചേച്ചി പറഞ്ഞ ലിങ്ക് എനിക്ക് ഷെയർ ചെയ്തിട്ടേക്ക് കേട്ടോ, ഞാൻ ആ വീഡിയോ നോക്കിക്കോളാം. ഞാൻ അയക്കാം. ശരി. ഓക്കെ, താങ്ക് യു, ബൈ. വന്നല്ലോ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് പഞ്ചായത്ത് രാജ്, ഗ്രാമപഞ്ചായത്ത്, അവരുടെ ചുമതലകൾ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത്, അവരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ മുന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിൽ കാണുക. അന്ന് തന്നെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടും അത് ഉപയോഗപ്രദമാവും. മുമ്പത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് നോക്കാം. പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനത്തിലെ ഒരു ഭാഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ത്രിതല സംവിധാനത്തിലെ രണ്ടാമത്തെ കണ്ണിയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് എവിടെയാണ്? നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. അതിന് തൊട്ടു പുറകെയായിട്ട് വരുന്നതാണ് മലപ്പുറം ജില്ലയിൽ 15 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. പിന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളുടെ സ്വന്തം ജില്ലയായ പാലക്കാടിൽ 13 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. സ്വതന്ത്രത്തിന് ശേഷം ഭാരതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിലവിൽ വന്നെങ്കിലും ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തിലൂന്നിയ സർക്കാരുകൾ നിലവിൽ വന്നിരുന്നില്ല. ഭരണഘടനയിലെ
നിർദ്ദേശിക തത്വങ്ങളിലെ പ്രാദേശിക സർക്കാരുകളായ വില്ലേജ്, പഞ്ചായത്തുകൾ എന്നിവ രൂപവൽക്കരിക്കുവാൻ മാത്രമേ വ്യവസ്ഥയുണ്ടായിരുന്നുള്ളൂ. ഇതിനനുസരിച്ച് സംസ്ഥാനങ്ങളിൽ അതതു സ്ഥലങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് പഞ്ചായത്തുകൾ നിലവിൽ വന്നു. എന്നാൽ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലുള്ള പഞ്ചായത്തുകൾ നിലവിൽ വരുന്നതിന് കുറച്ച് ഭേദഗതികൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. 1992 ഇന്ത്യൻ ഭരണഘടനയിലെ 73, 74 ഭേദഗതികൾ വരുത്തി. ഗ്രാമങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളും നഗരങ്ങളിൽ നഗരപാലിക സ്ഥാപനങ്ങളായും രൂപവൽക്കരിച്ചു. ഇതിലേക്കായി 11, 12 പട്ടികകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തി. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപവൽക്കരിച്ചുകൊണ്ട് 1994 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കുകയും ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ 1995 ഒക്ടോബർ 2 നിലവിൽ വരികയും ചെയ്തു. എല്ലാവർക്കും ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്തൊക്കെ ചുമതലകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉള്ളത് എന്നാണ്. ഫസ്റ്റ്, ബ്ലോക്ക് തലത്തിൽ സംയോജന സാധ്യതകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി രൂപവൽക്കരിക്കുന്ന റിസോഴ്സ് ടീമിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുക. രണ്ടാമതായിട്ട് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ സ്ഥാപനതല പദ്ധതികൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. മൂന്നാമതായി പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ സംയോജിപ്പിച്ച് നടത്തേണ്ട സംസ്ഥാനതല പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംബന്ധിച്ച മാർഗരേഖകൾ തയ്യാറാക്കുക. നാലാമതായി പറയുന്നത് മിഷൻ പ്രവർത്തനങ്ങളിലെ 13ാം പഞ്ചവത്സര പദ്ധതിയുടെയും ഭാഗമാക്കുന്നതിനുള്ള പ്രായോഗിക ശുപാർശകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം സമിതിക്ക് നൽകുക. അപ്പോൾ നമ്മളുടെ ചുമതലകളൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ ചുമതലകളാണ് ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് എന്നുള്ളത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്താണെന്നും അവരുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ വല്ല ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ടായി ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഞാൻ താഴെ എൻ്റെ മെയിൽ ID മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബ്ലോക്ക് പഞ്ചായത്തായി. ഇനി ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് എങ്ങനെ അറിയാം? യൂട്യൂബിൽ നോക്കാം. ഇതിനകത്തൊന്നും ഇല്ലല്ലോ. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ ടീച്ചറെ വിളിച്ച് നോക്കാലോ. ഹലോ, ആരാണ്? ഹലോ മാം, ഞാൻ അശ്വതിയാണ്. അശ്വതിയോ? മനസ്സിലായില്ല മാം. ഞാൻ എന്റെ VHS മാം പഠിപ്പിച്ചിട്ടുണ്ട് പൊളിറ്റിക്സ്. മനസ്സിലായി. ഓക്കെ, പറ മോളെ, എന്താ വിളിച്ചേ? മാം വല്ല തിരക്കിലാണോ? വർക്ക് എന്തെങ്കിലും ഉണ്ടോ മാം? അല്ലല്ല, തിരക്കിലൊന്നുമില്ല, ഞാൻ ചെറിയൊരു വർക്കായിട്ടുണ്ട്. സോറി മാം. കുഴപ്പമില്ല, മോള് വിളിച്ച കാര്യം പറ. ക്വയറിക്കായിട്ട് വിളിച്ചതാണ്. ഈ ജില്ലാ പഞ്ചായത്തും അവരുടെ സേവനങ്ങളൊക്കെ എങ്ങനെയാ? ഈ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും പോലെ തന്നെയാണോ, അതോ എന്തെങ്കിലും അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടോ? പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജില്ലാ തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ജില്ലാ പഞ്ചായത്ത്. ഇതിനെ ജില്ലാ പരിഷത്ത് എന്നും അറിയപ്പെടുന്നു. ഇത് നമ്മുടെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമത്തെയാണ്. അതായത് ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് ജില്ലാ പഞ്ചായത്ത്. ഇത് നിലവിൽ വരുന്നത് 1995 ഒക്ടോബർ 2 അതായത് 1994 പാസാക്കിയ പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ വരുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആയിരിക്കും. പിന്നെ നമ്മുടെ കേരളത്തിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14 ജില്ലാ പഞ്ചായത്തുകളാണ് ഉള്ളത്. അതായത് ഓരോ ജില്ലക്കും ഓരോ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ. ഇത്രയാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്.
പിന്നെ ഇതിൻ്റെ ചുമതലകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 തരത്തിലാണ് വരുന്നത്. അതായത് പൊതുവായിട്ടുള്ള കുറച്ച് ചുമതലകളുണ്ട്, അതോടൊപ്പം തന്നെ മേഖലാടിസ്ഥാനത്തിലുള്ള ചുമതലകളുണ്ട്. പൊതുവായിട്ടുള്ള ചുമതലകൾ പറയുമ്പോൾ സർക്കാരിൽ നിന്നും സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സാങ്കേതിക വൈദഗ്ധ്യങ്ങളൊക്കെ സമാഹരിക്കുന്നു. ഈ സാങ്കേതിക സഹായങ്ങളെല്ലാം തന്നെ താഴെ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും ലഭ്യമാക്കി കൊടുക്കുന്നു. പിന്നെ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും പദ്ധതികളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവയ്ക്ക് വേണ്ടുന്ന പദ്ധതികളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നു. പിന്നെ ജില്ലയ്ക്ക് വേണ്ടുന്ന വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു, ജില്ലക്കായി വികസന പദ്ധതികൾ തയ്യാറാക്കുന്നു. ഇത്രയാണ് പൊതുവായിട്ടുള്ള ചുമതലകളെന്ന് പറയുന്നത്. പിന്നെ മേഖലാടിസ്ഥാനത്തിലുള്ള ചുമതലകളാണെന്നുണ്ടെങ്കിൽ കൃഷി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷിയിടങ്ങളൊക്കെ സംരക്ഷിക്കുക, മണ്ണ് പരിശോധിക്കുക, കീടങ്ങളൊക്കെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക സഹകരണങ്ങൾ നൽകുക, അലങ്കാര ചെടികളൊക്കെ വച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ വാണിജ്യ വിളകളൊക്കെ വികസിപ്പിച്ചെടുക്കുക. ഇത്രയാണ് കൃഷി എന്ന മേഖലാടിസ്ഥാനത്തിൽ വരുന്നത്. പിന്നെ വരുന്നത് മൃഗസംരക്ഷണവും ക്ഷീരോത്പാദനവും. മൃഗസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മൃഗാശുപത്രികൾ നിർമ്മിക്കുക, പരീക്ഷണശാലകൾ നിർമ്മിക്കുക, പിന്നെ ക്ഷീരോത്പാദനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. പിന്നീട് വരുന്നത് പ്രധാന ജലവിതരണ സ്രോതസ്സുകളെയൊക്കെ കണ്ടെത്തുകയും അതെല്ലാം പരിപാലിക്കുകയും ചെയ്യുക. പിന്നെ ചെറുകിട ജലസേചനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നു, ഭൂഗർഭ ജലവികസനങ്ങളൊക്കെ നടത്തുന്നു. പിന്നെ അവസാനമായിട്ട് വരുന്നത് മത്സ്യവിപണനങ്ങളെയൊക്കെ സഹകരിക്കുകയും ചെയ്യുന്നു. പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രാമീണ തൊഴിൽ പരിശീലനം, അതുപോലെ തന്നെ ഗ്രാമീണ ഭവന നിർമ്മാണം. അതായത് SC/ST കാറ്റഗറിക്കൊക്കെ വേണ്ടുന്ന ഭവനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ കുറച്ച് പൊതുവായിട്ടുള്ള ചുമതലകളും മേഖലാടിസ്ഥാനത്തിലുള്ള ചുമതലകളും വരുന്നത്. ഈ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രതിനിധികളെയും ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ മാം താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അമ്മേ, ഇത് എങ്ങനെയാന്ന് അറിയോ? ഞാൻ വന്നിട്ട് പറഞ്ഞതേ. നാം തിരഞ്ഞെടുത്ത അധികാരികൾ അവരുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും നിറവേറ്റുന്നുണ്ടോ എന്നും ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ എന്നും നമുക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാം.